ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ. ഞാൻ കേട്ടിട്ടുണ്ട് പാലക്കാടാണ് ഏറ്റവും ആദ്യം ഓണം വരികയെന്ന്. ആ പൂക്കളം ഗംഭീര സംഭവം. ഓരോ ദിവസവും ഓരോ പൂക്കളമായിട്ടാണ് നമ്മൾ ചെയ്യുക. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ ചേർന്ന് മത്സരിച്ചിട്ടുള്ള പൂക്കളമാണ്. തുണ്ട് എന്നുള്ള സിനിമയിലെ പാട്ട് കേട്ടിട്ടാണ് ആവേശത്തിലെ പാട്ടിലേക്ക് ഞാൻ വരുന്നത്. സിത്താരയും ഞാനും പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. മഞ്ഞ 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 ബൾബുകൾ വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്, വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ്. അതുപോലെ തന്നെ ഒരു ഹിറ്റ് ആയിരുന്നു ഹാർട്ട് ബീറ്റ്. തൊട്ടോട്ടെ തൊട്ടാവാടി ചുമ്മാ നിന്നെ തൊട്ടോട്ടെ ഞാൻ, ഇഷ്ടത്തോടൊപ്പം കൂടാൻ നിന്നോട്ടെ ഞാൻ. ചെമ്പകപ്പൂമേനിയാണെന്നുള്ള പാട്ടൊക്കെ തകർക്കല്ലേ. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത് വിനായകന്റെ സിനിമ പാട്ട്. വിനായക് ഏകദേശം 10, 20, 22 പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിക്കഴിഞ്ഞു. ഞാനാണ് പാടിയെന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ പറ്റാത്ത അവസ്ഥയായി. ഓരോ 2, 3, 4 മാസം കണ്ട് ഒരു ഹിറ്റ് വരണമെങ്കിൽ കുഴപ്പമില്ല, അടുപ്പിച്ച്. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് പ്രണവം ശശികുമാർ ചേട്ടനാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. ചേട്ടാ നമസ്കാരം. 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 എന്തായി ഓണം? ഓണം അടിപൊളിയായിട്ട് നടക്കല്ലേ, ഗംഭീരല്ലേ. പൂക്കളങ്ങളും ആഘോഷവും സദ്യയും വിരുന്നുകാരും ബന്ധുക്കളും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് കളറായിട്ടിരിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പാലക്കാടാണ് ഏറ്റവും ആദ്യം ഓണം വരികയെന്ന്. അത് കാർഷിക സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് പാലക്കാട്ടെ ഓണം? പാലക്കാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സംസ്കാരവും കൂടുതൽ അവിടെ തെളിഞ്ഞു കാണുന്ന ഒരിതാണ്. എന്നിരുന്നാൽ തന്നെ എല്ലാവരും എല്ലാം ആഘോഷിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. വിഷു ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംസാൻ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്തും എല്ലാവരും ചേർന്ന് കൂടിക്കഴിഞ്ഞു പോകുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ പിന്നെ മാറ്റങ്ങളേ ഇല്ല, എല്ലാവരും തകർക്കും, അടിച്ചു പൊളിക്കും. എല്ലാവരും പുതിയ വസ്ത്രങ്ങളെടുത്ത് കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് സദ്യ, ഓരോരുത്തരും ഓരോ ദിവസം ഓരോ വിശേഷങ്ങളായിട്ട് വീട്ടുകളിലെത്തും. നമ്മളുടെ കൂട്ടുകാരുടെ അടുത്ത്, ബന്ധുക്കളുടെ അടുത്തേക്കുള്ള യാത്ര ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പൂക്കളിടാനും ആടാനും പാടാനും ഊഞ്ഞാല് കെട്ടാനും പൂക്കളിടാൻ മത്സരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഓണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാതെ ഉള്ളിലൊരു സന്തോഷം നിറഞ്ഞു പോകുന്നു. അതാണ് ഈ പാലക്കാട്ടെ ഓണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം അത്തം മുതൽ തിരുവോണം വരെ വലിയ വലിയ പൂക്കളാണ് ഇടുന്നത്. പൂക്കളം ഗംഭീര സംഭവം. ഓരോ ദിവസവും ഓരോ പൂക്കളമായിട്ടാണ് നമ്മൾ ചെയ്യുക. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ ചേർന്ന് മത്സരിച്ചിട്ടുള്ള പൂക്കളമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അത് കൂടാതെ ഇപ്പൊ പിന്നെ മിക്കവാറും യാത്രകളിലായതുകൊണ്ട് അതിനൊരു, എന്റെ വീട്ടിലുള്ള ഈ പൂക്കളം ഇടുന്നതിന് ഒരു മാറ്റു കുറവുണ്ട്. അതാൽ ഓണപരിപാടിക്ക് യാത്രകൾ ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് പൂക്കളിടാനും സദ്യ കഴിക്കാനും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വർണ്ണാഭങ്ങൾ നിറഞ്ഞ പൂക്കൾ ഇട്ടുകൊണ്ടുള്ള ഓണമാണ് എപ്പോഴും. ഈ ഓണം എന്ന് പറയുമ്പോൾ ചേട്ടന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പാട്ട് ഏതാ? ഓണം എന്ന് പറയുമ്പോൾ ഞാനൊരു പാട്ട് കുറച്ചു കാലം മുമ്പ് ഒരു പാട്ട് എഴുതിയിരുന്നു. അത് മറ്റൊരു പാട്ടിന്റെ ട്യൂൺ കടം കൊണ്ടാണ് എഴുതിയത്. പക്ഷെ ആ പാട്ട് ഓർക്കാൻ കാരണം പിന്നെ ഒരു വാശിപ്പുറത്ത് കൂടെ എഴുതിയ ഒരു പാട്ടാണ്. ആ പാട്ട് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് പാടണമെന്ന് പ്രിയ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പറഞ്ഞപ്പോ എനിക്ക് ആ പാട്ടിന്റെ വരി ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ പാട്ട് തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വിഷമം തോന്നി എനിക്ക്. ഇന്നാണെങ്കിൽ അങ്ങനെയല്ല, ഇന്ന് ആരെപ്പോ ചോദിച്ചാലും എവിടെ ചോദിച്ചാലും പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ എല്ലാവരും തയ്യാറ് നിൽക്കുന്ന ഒരു കാലമാണ്. അതില്ലെങ്കിൽ വേറെ തരത്തിൽ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ വെറുതെ ഒരു പണക്കം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി കിട്ടാൻ കൂടി ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആ പാട്ട് കിട്ടാതായപ്പോഴ് ഉടനെ തന്നെ ഞാനെങ്കിൽ ആ ട്യൂണ് കടമെടുത്ത് ഒരു പാട്ട് കുറച്ചു നേരം കൊണ്ട് എഴുതി തീർത്തു. കുറെ വരികൾ എഴുതി തീർത്തെങ്കിലും തെരഞ്ഞെടുത്ത വരികൾ ആയിക്കൊണ്ടാണ് അത് ആൽബമാക്കി മാറ്റി. ആ പാട്ട് ഇതാണ്: വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം,
പൂവിളി പൊൻവിളി നീ അത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ, വാപ്പൂവേ ഊഞ്ഞാലിലാടാം, വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ, അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ തിരുവോണം. ഇങ്ങനെ ആ സമയത്ത് തോന്നിയ വാക്കുകളൊക്കെ പെറുക്കിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വരിയായിരുന്നു, കുറച്ച് വരികളായിരുന്നു. അതിൽ ചന്തമുള്ള, കാണാൻ രസമുള്ള, കേൾക്കാൻ രസമുള്ള, ഇമ്പമുള്ള വരികൾ ചേർത്ത് വെച്ചാണ് ഒരു ആൽബത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു 10-14 വരികളാക്കി മാറ്റിയത് പാടിയത്. എല്ലാവരും ഈ ഓണക്കാലമായി കഴിഞ്ഞാൽ നാടൻപാട്ട് സംഘങ്ങളും ഓർക്കസ്ട്രക്കാരും ഒക്കെ എല്ലാവരും എൻ്റെ ഈ പാട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ച പാട്ടിന്റെ മേലെയാണ് ഈ പാട്ട് കിടക്കുന്നത്. അപ്പൊ അതൊരു മധുരമായിട്ടുള്ളൊരു അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടന്റെ പാട്ടുകള്, ഇപ്പൊ ചന്തത്തിന്റെ കാര്യം പറഞ്ഞാല് ഞാനൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടാണ് ചന്ദനപ്പൊട്ടിന്റെ നല്ല. ഇപ്പോഴും ആ ഒരു പാട്ടിന്, ആ പാട്ട് മാത്രമല്ല ചേട്ടന്റെ പാട്ടുകൾക്ക് എല്ലാം അതേ ഒരു എന്താ പറയാ, ആ ഒരു എന്താ പറയാ, ഒരു മാണിക്യം പോലെയാണ് ആ പാട്ടൊക്കെ ഉള്ളത്. ഇപ്പോഴും ആ പാട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ജെൻസി കുട്ടികൾ നെഞ്ചിലേറ്റുന്നു എന്ന് അറിയുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? അത് വലിയ സന്തോഷമാണ് എനിക്ക്. കാരണം ആ പാട്ടൊക്കെ ഒരു 25 കൊല്ലം മുമ്പ് കണ്ടെത്തിയ ഒരു പാട്ടാണ്. ആ പാട്ട് എനിക്ക് ഒരു യാത്രക്കിടയിൽ ഒരു ചെറിയ കുട്ടി പാടിത്തന്നാണ്. ആ പാട്ട് ചെറുപ്പുളശ്ശേരി ഭാഗത്തുള്ളൊരു ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു കുട്ടി എനിക്ക് പാടിത്തന്നു. പക്ഷെ എനിക്ക് ആ വലിയ ഇഷ്ടം തോന്നി. കുറച്ച് വരികളെ അന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ പാട്ട് വെച്ചാണ് ഞാനിത് പാടുകയും എല്ലാവരുടെയും പ്രചരിപ്പിക്കുകയും ചെയ്ത്. ആരെഴുതി ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. എന്താണ് കഥ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. അവനെ കളഞ്ഞു കിട്ടിയ പാട്ടാണ്. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച പാട്ട് പിന്നീട് വേദികളിലൊക്കെ ഞാനിത് പാടി അവതരിപ്പിച്ചു. ആ പാട്ട് കേരളം മുഴുവൻ വലിപ്പ ചെറുപ്പ പ്രായ ഭേദമന്യേ എല്ലാവരും ഏറ്റുപാടാൻ തുടങ്ങി. ആ പാട്ട് ആരുടെയും അപ്പോഴറിയാം. അപ്പോൾ ഞാൻ ആ പാട്ട് വേറൊരു വലിയൊരു കാസറ്റ്, അന്ന് കാസറ്റൊക്കെ ആണല്ലോ, കാസറ്റ് കമ്പനിക്ക് കൊടുത്തപ്പോൾ അവരത് കൊട്ടിഘോഷിച്ചു. മലയാളികൾ എവിടേക്കുണ്ടോ അവിടെയൊക്കെ ആ പാട്ട് പാടാൻ തുടങ്ങി. അത്രയ്ക്ക് ഹിറ്റായി. അപ്പോഴും ഈ പാട്ടെഴുത്തുകാരൻ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് 1, 2, 3 കൊല്ലം കഴിഞ്ഞ് ഞാനൊരു ഗൾഫ് യാത്ര ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ കേരള സമാജത്തിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗ്രീൻ റൂമിൽ പരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് കിരൺ കൃഷ്ണ എന്നാണ്, നാട്ടിലാണ് വീട്, തൃശ്ശൂരുകാരനാണ് ഞാൻ. അപ്പം ഞാൻ പരിചയപ്പെട്ട സന്തോഷം പറഞ്ഞു. ചേട്ടൻ പാടുന്ന ചന്ദനപ്പൊട്ടിൻ്റെ എന്നുള്ള പാട്ട് ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ ഷോക്കായി. ഒപ്പം തന്നെ പേടിയും വന്നു. കാരണം മിണ്ടിയ കേസ് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ പാട്ട് അയാളെടുത്തു, എൻ്റെ പാട്ട് ഇയാളെടുത്തു പറയാം. അപ്പൊ ഇത് പുലിവാലാകുമോ എന്നൊക്കെ തോന്നി എനിക്ക്. പക്ഷേ അദ്ദേഹം അടുത്ത 2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ വാക്ക്, ചെതലരിച്ചു പോകുമായിരുന്ന എൻ്റെ വാക്കുകളെ, എൻ്റെ പാട്ടുകളെ, എൻ്റെ ഈണങ്ങളെ ജീവൻ നൽകി വീണ്ടും പുറം ലോകത്തേക്ക് എത്തിച്ച നിങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് എന്നാണ് കിരൺ കൃഷ്ണ എന്നോട് പറഞ്ഞത്. ആ ഒരു വാക്ക് തന്നെ മതിയായിരുന്നു ഓസ്കാർ അവാർഡിന്റെ. ഇന്നും ആ പാട്ട് എല്ലാ വേദികളിലും കിരൺ കൃഷ്ണയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പാടാറുണ്ട്. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ, ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ, ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, 2 മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ, ചന്ദനപ്പൂമയിലേ. ഇപ്പോഴും നമ്മുടെ നാടൻ പാട്ടുകളൊക്കെ കേൾക്കാൻ പോകുമ്പോൾ കേൾക്കാറുള്ള പാട്ടിലൊന്നാണ്, അതുപോലെ തന്നെയാണ് കൈതോല പായ വിരിച്ച പാട്ട്. അതിൽ ആ തുടക്കം കേൾക്കാൻ തന്നെ ഉണ്ടല്ലോ, നമ്മളൊന്ന് വെൽച്ചായി പോകും രണ്ടുപേരും. ഈ പാട്ട് അത് വേറെ സംഭവം കൂടുള്ളത്. ഈ പാട്ട് ജിതേഷ് കക്കടിപ്പുറം ആണ് ആ പാട്ടിന്റെ സ്വന്തക്കാരൻ. അദ്ദേഹം ഈ പാട്ട് അദ്ദേഹമാണ് പാടിയതെന്നും അദ്ദേഹത്തിന്റെ പാട്ടാണെന്നും പുറലോകം അറിയുന്നതിന് മുമ്പേ തന്നെ ഈ പാട്ട് എല്ലാവരും പാടി നടക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാനും ആ പാട്ട് കേട്ട് പാടി നടക്കാൻ എൻ്റെ പരിപാടികളിലൊക്കെ. അപ്പോഴാണ് ആ പാട്ട് പാടിത്തരുമെന്നൊരു കാസറ്റ് കമ്പനിക്കാർ ചോദിച്ച്
ആ പാട്ട് പാടിക്കൊടുക്കണത്. പക്ഷെ പാടിക്കൊടുത്തപ്പോൾ ആ പാട്ടിന്റെ ഈണം ജിതേഷ് കക്കടിപ്പുറം പാടിയതുപോലെയല്ല, വേറൊരു ഈണമായിരുന്നു. പക്ഷെ ആ പാട്ട് അന്ന് എല്ലാവരും ഏറ്റെടുത്തു, നല്ല ഗംഭീരമായിട്ട് പാട്ട് ഏറ്റെടുത്തു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജിതേഷ് കക്കടിപ്പുറം ഒരു വലിയൊരു ചാനലിൽ വന്ന് ആ പാട്ടിന്റെ സ്വന്തക്കാരൻ ഞാനാണെന്നും ആ പാട്ട് എഴുതിയത് ഞാനാണെന്നും അതിന്റെ കഥകളൊക്കെ പറഞ്ഞ് മനോഹരമായി അദ്ദേഹം പാടി അവതരിപ്പിച്ചപ്പോ എന്റെ പാട്ട് എന്റെ താഴെ വന്ന് പിന്നെ കമന്റ് വായിക്കാൻ പറ്റാത്ത കമന്റായി. അത്രയ്ക്ക് ഇതായിപ്പോയി. കാരണം ജിതേഷ് അത്ര മനോഹരമായിട്ടാണ് പാടിയത് ആ പാട്ട്, അത്ര മനോഹരമായിട്ട്. ഇപ്പൊ ഞാൻ രണ്ടുപേരും പാടാം, കൂടുതൽ പാടില്ല. കാരണം ഞാൻ പാടി അന്ന് പരിശീലിച്ച ആ പാട്ട് തന്നെ, അതിന്റെ ഈണമല്ല ജിതേഷിന്റെ പാട്ടിലൂടെ പുറത്തു വന്നത്. അപ്പൊ ആ മഹാനായ കലാകാരനെ ഓർത്തുകൊണ്ട് ക്ഷമ യാചിച്ചും കൊണ്ടും അദ്ദേഹം നിത്യശാന്തി നേരിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് അദ്ദേഹം നമ്മൾ നിന്നില്ല. ആ പാട്ട് അന്ന് ഞാൻ പാടിയ ഈണത്തില് ഞാൻ പാടാം. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പോലിച്ച് എപ്പ വരും കാതുകുത്താ നിന്റെ അമ്മാവന്മാര് പൊന്നോ, എപ്പ വരും കാതുകുത്താ നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആ ഏ ഓ ഇതാണ് ഞാൻ അന്ന് പാടിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ജിതേഷ് കക്കടിപ്പുറം പാടിയ ആ ഈണമാണ് അതിന്റെ ശരിയായ ഈണം. അതാണ് പ്രചരിക്കേണ്ടത്. കാരണം അതാണ് ആ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അത് ഈ നാടൻപാട്ട് മേഖലയിലുള്ള ഒരു സംഭവം കൂടിയാണ്. പാട്ടുമര്യാദ, നാട്ടുമര്യാദ പോലെ തന്നെ പാട്ടുമര്യാദയും കൂട്ടുമര്യാദയും ഒക്കെ ഉള്ളത്. നമ്മളൊരു പാട്ട് നമുക്ക് പാടിത്തരുക, പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക ചെയ്തു കഴിഞ്ഞാൽ ആ പാട്ടൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ പേര് പറയുമ്പോൾ കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു മനസുഖം, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു ഗുരുത്വം നമുക്ക് വേറെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുതിയ തലമുറയൊക്കെ ഇത് ശീലിക്കണം എന്നും കൂടിയാണ് ഈ ഒരു പാട്ട് പറയുന്നതിനൊപ്പം തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതെ, ഇപ്പോഴും നമ്മൾ പല ഷോസുകളിലും ഈ പാട്ടിന് തന്നെ വേറെ വെറൈറ്റീസ് കഴിക്കാറുണ്ട്. വളരെ രസമാണ്. ചിലർ വന്നിട്ട് പറയും പാട്ടിനെ കൊല്ലല്ലേ എന്നൊക്കെ. നല്ല കേൾക്കാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. നാടൻ പാട്ടിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓരോ സ്ഥലത്തും ഓരോ വീട്ടിനും ഓരോ ആചാരമാണ്, ഓരോ നാട്ടിനും അങ്ങനെ ഓരോ ആചാരമായിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഭാഷകൾ പോലെ തന്നെ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് മലയാളമാണ്, കാസർഗോഡ് സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷെ അതിലെ ശൈലിയിൽ വ്യത്യാസങ്ങളുണ്ട്, ആചാരങ്ങൾ. ഞാൻ അങ്ങനെ പറയുക, നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒന്നാണെങ്കിലും ശൈലിക്ക് വ്യത്യാസം പോലെ ചിലപ്പോഴും പാട്ടുകൾ ഇതിങ്ങനെ പാടിയും പറഞ്ഞും പകർന്നും ചോർന്നും ഒക്കെ മാറി മാറി തലമുറകൾ മാറി വരുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കേൾവിക്കാരന് സുഖം ഉണ്ടാവണം, പാടുന്ന ആളുകൾക്ക് ആലാപന മാധുര്യം ഉണ്ടാവണം, ശബ്ദസുഖം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അർത്ഥവ്യത്യാസം ഇല്ലാതെ കേൾക്കാൻ അരോചകമല്ലാത്ത രീതിയിൽ ഏത് രീതിയിലും പാട്ട് അവതരിപ്പിക്കാം എന്നും കൂടെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഓരോ പാട്ടും പറഞ്ഞു കൊടുക്കുമ്പോഴും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഇന്ന പാട്ടിന് ഇന്ന ഉപകരണങ്ങളാണ്, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു കൊടുത്താൽ അതും പുതിയ തലമുറയ്ക്ക് നന്നാവും. ഇപ്പൊ പുതിയ തലമുറയിൽ കിട്ടുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് പഴയ പാട്ടുകൾ പാടുമ്പോൾ അത് ഈ പാട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പല പാട്ടുകളും പാടുന്നുണ്ടെങ്കിലും നമ്മൾ ചില പഠിപ്പിക്കൽ വരുന്ന സമയത്ത് ഇങ്ങനെ അതിന്റെ അനുഷ്ഠാനപരമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്താൽ പുതിയ തലമുറ കേൾക്കുമ്പോൾ ഇന്ന പാട്ടാണെന്ന് മനസ്സിലാവും. നമ്മളൊരു ഉപദേശം കൂടെ, ഒരു സന്ദേശം കൂടെ കൊടുക്കുകയാണുള്ളത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഈ നാടൻ പാട്ടിൽ നിന്ന് പെട്ടെന്ന് ഫീലിങ്സ് പോലുള്ള പാട്ടിലേക്ക് വരുമ്പോ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? കഥകൾ ഒരുപാടാണ്. തനി നാട്ടുംപുറത്തുകാരനായ നാടൻ പാട്ടുകാരനായ എനിക്ക് സിനിമ എന്ന വലിയ ലോകം, എന്താ പറയുക, ഒരു സ്വപ്നലോകം, സ്വർഗലോകം എന്നൊക്കെ പറയാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു മായാലോകത്തിലേക്കാണ് ഞാൻ സിനിമ എത്തിപ്പെട്ടത്. നാടൻ പാട്ടിൽ നിന്ന് നാട്ടിൻപുറത്തുള്ള പാട്ടുകളെ ശേഖരിക്കുകയും അത് പാടുകയും ചെയ്ത് നടന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തില് സിനിമാ ലോകത്തേക്ക് വരികയാണ്. എൻ്റെ പാട്ട് പാടാനായിട്ട് എന്നെ ആദ്യം വിളിച്ചത്, എന്നെ പരിചയപ്പെടുത്തത് പാട്ടെഴുത്തുകാരനായ ഹരിനാരായണൻ ചേട്ടനാണ്. അദ്ദേഹമാണ് സംഗീത സംവിധാനമായ ഗോപി സുന്ദർ സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ പാട്ട് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. അതിനു മുന്നേ സജിത് ശങ്കർ പാലക്കാട് എന്നുള്ളൊരു സംഗീത സംവിധായകൻ
എന്നെ കൊണ്ട് കുറേ സിനിമ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പല പാട്ടുകൾ പാടുകയും എടുക്കുകയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടൊക്കെ ചെയ്തെങ്കിലും പല സന്ദർഭത്തിലും പാട്ടുകൾ വരും, റെക്കോർഡ് ചെയ്യും, പാടും, രണ്ടുപേരും രാത്രിയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് പാടുകയൊക്കെ ചെയ്യെങ്കിലും അത് പുറത്ത് വരാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. എന്നിട്ട് ഇപ്പോൾ വഞ്ചി എന്നുള്ള സിനിമ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത പാട്ടില് സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വരും ചെയ്തു. ഓരോരുത്തർക്കും ഓരോ സമയം വരുമല്ലോ. അതുപോലെ എനിക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ഹരിനാരായണൻ ചേട്ടനാണ്, ഗോപിസുന്ദർ സാറാണ്. ആ പാട്ടാണ് മഞ്ഞ 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 ബൾബുകൾ എന്നുള്ള പാട്ട്. ഈ പാട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് സങ്കടകരമായ കഥകളുണ്ട്. ഈ മഞ്ഞ മഞ്ഞ ബൾബ് വരുന്നതിന്റെ ഒരു മാസം മുമ്പ് എൻ്റെ ഒരു വളരെ അടുപ്പക്കാരൻ്റെ ഒരു സിനിമയിലേക്ക് പാടാൻ എന്നെ വിളിക്കുകയും അതിന്റെ പൂജാവേളയിൽ പങ്കെടുക്കുകയും അത് ആ സമയത്ത് ആ സിനിമയുടെ നായകനെ കൊണ്ട് പരിചയപ്പെടുത്തുകയാണ് എന്നെ. ഇദ്ദേഹം നമ്മുടെ സിനിമയിൽ പാട്ട് പാടുന്ന ആളാണ്, അപ്പൊ എനിക്ക് വലിയ സന്തോഷം, ഉറപ്പാണല്ലോ അപ്പൊ എന്ന് കരുതി. പക്ഷെ ആ സിനിമ പുറത്ത് വന്നപ്പോൾ ഞാൻ പാടിയില്ല, അത് വേറെ ആൾ പാടി. അപ്പോൾ എന്നെപ്പോലുള്ളൊരു തുടക്കക്കാരന്, ഒരു നാട്ടിൻപുറത്തുകാരൻ, അതൊക്കെ ഒരു സങ്കടമായിരുന്നു. പക്ഷെ ആരോടും പരാതി പറയാനില്ല. നമ്മൾ ഏത് തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്ത ആരോ കൊണ്ട് പരാതി പറയാം. അപ്പോഴാണ് അപ്പോൾ എനിക്ക് ഈ ഒരു അവസരം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് വന്നു. അത് ആ പാട്ട് മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ. ഈ പാട്ട് ഞാനും സിത്താരും കൂടി പാടിയ പാട്ടാ. സിത്താരും ഞാനും പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അതാണ് വേറൊരു സംഭവം. മഞ്ഞ മഞ്ഞ ബൾബുകൾ ഒപ്പം തന്നെ ഫീലിങ്സ് ഞങ്ങൾ ഒരുമിച്ച് പാടിയതാണ്. പിന്നെ വേറൊരു സിനിമയിലും കൂടെ ഒരുമിച്ച് ഞങ്ങൾ പാടിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ഞങ്ങൾ പാടിയ കുറച്ച് ചുരുങ്ങിയ പാട്ടുകൾ മാത്രമേ നല്ല ഹിറ്റാണ്. അങ്ങനെയാണ് ഗോപിസുന്ദർ സാറ് എന്നെ, പക്ഷെ ഗോപിസുന്ദർ സാർ എന്നെ പാടാൻ വിളിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. 4 ദിവസം കഴിഞ്ഞു പാടാൻ പോകുമ്പോഴും സാറ് വിളിച്ചെന്നെ, ചേട്ടാ നമുക്ക് പാട്ടൊന്നും എടുക്കണ്ടേ എന്ന് ചോദിച്ചു പോയി. അവസാനം ഞാൻ പോയി നമുക്ക് കണ്ടു, ഭയങ്കര സംഭവമായി. പിന്നെ പാടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി പാട്ട് പാടിക്കഴിഞ്ഞ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ, സിനിമ പാട്ടുകൾ പാടാൻ എനിക്ക് അവസരം തന്നത് ഗോപിസുന്ദർ സാറാണ്. അദ്ദേഹത്തിന്റെ ഏകദേശം 20ഓളം സിനിമയിൽ പാടി. എനിക്ക് ആദ്യമായിട്ടൊരു വഴിത്തിരി ഉണ്ടാക്കി തന്നത് ഗോപിസുന്ദർ സാറാണ്. അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടി, അതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ തുണ്ടു എന്നുള്ള സിനിമയില് വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, ഭൂമിത്തുണ്ടിൽ വേനലുണ്ട് കൂടെ പൂമഴയുണ്ട്. ഈ പാട്ടാണ് അവസാനമായിട്ട് ഞാൻ പാടിയത്. തുണ്ട് എന്നുള്ള സിനിമ 2 പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു. പമ്പപ്പുഴ മാലയാക്കും പൊന്നിൻ മാമലയിൽ, ഒരു അയ്യപ്പന്റെ പാട്ട്, ഗംഭീര പാട്ടാ. ആ പാട്ടും ഞാൻ പാടിയതാണ്. ഈ തുണ്ട് എന്നുള്ള ഈ വാനിൽ നിന്നുള്ള പാട്ട് ഫസ്റ്റ് പോർഷൻ മെലഡിയും സെക്കൻഡ് പോർഷൻ വന്ന് ഫാസ്റ്റ് നമ്പറാ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെട്ടിയെ കട്ടക്ക് പാട്ടല്ലേ ചെട്ടി, ഇങ്ങനെ ഒരു സംഭവമാണ്. ഈ പാട്ട് കേട്ടിട്ടാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് ഞാൻ വരുന്നത്. ആവേശം എന്നുള്ള സിനിമയിൽ സുഷിൻ ശ്യാം സാർ എന്നെ വിളിച്ച് എന്നെ പാടിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ ആ പാട്ട് ഇങ്ങനെ കേട്ടു, ഭയങ്കര സന്തോഷമുണ്ടെന്ന്, അപ്പൊ തന്നെ ഞാൻ നിങ്ങളെ പാടിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ പാട്ടിലേക്ക് എന്നെ വഴിതിരിച്ചത് വിൻസെന്റ് ചേട്ടനാണ്. വെണ്ണലയിലെ മ്യൂസിക് ലോഞ്ചിലെ വിൻസെന്റ് ചേട്ടൻ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ ശശിക്ക് വരാൻ പറ്റില്ല, വരാൻ ചേട്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചൊരു സമയം കൂടി ആയിപ്പോയി. അപ്പോൾ ഒരു 11 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് മനസ്സിനുള്ളിലേക്ക് പോകണില്ല. അപ്പം ഞാൻ മനഃപൂർവ്വം ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്നുണ്ട് വിൻസെന്റ് ചേട്ടൻ, ശശി ആ പാട്ട് നമുക്ക് ചെയ്യണ്ടേ? ആ ചേട്ടാ തൊണ്ടയ്ക്ക് വയ്യ, റെസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് എൻ്റെ വൈഫ് പറഞ്ഞു, അച്ഛനൊരു പാട്ട് വന്നിട്ടുണ്ട്, ഈ പാട്ട്. അപ്പോൾ മോൻ ചോദിക്കണേ ഏത് പാട്ടാണ് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ ഒരു പാട്ടാണ്. ആരാ മ്യൂസിക് ഡയറക്ടർ ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുഷിൻ ശ്യാം. അയ്യോ സുഷിൻ ശ്യാം സാറോ? അച്ഛ എന്ത് മണ്ടത്തര കാണിക്കണത്, എത്രയും പെട്ടെന്ന് പോയി പാടണം, ഒരു കാരണവശാലും വൈകിക്കരുത്. അപ്പം പുതിയ തലമുറയൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെച്ചോണ്ട് നടക്കല്ലേ. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, വിൻസെന്റ് ചേട്ടാ ഞാൻ പാട്ട് പാടാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് 1 മാസത്തോളം എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു പാട്ടാണ് ആവേശത്തിലെ ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. ഈ പാട്ട് എല്ലാ പിറന്നാളിനും, എല്ലാ സിനിമാ താരങ്ങളുടെ പിറന്നാളിനും എൻ്റെ ഈ പാട്ടുണ്ട്. ഈ പാട്ട് എഴുതിയത് വിനായക് ശശികുമാറാണ്. ഇനി വിനായക് ശശികുമാറിന്റെ കാര്യം കൂടെ പറയണം. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത് വിനായകിന്റെ സിനിമ പാട്ട്. വിനായക് ഏകദേശം 10, 20, 22 പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിക്കഴിഞ്ഞു. അതും വലിയൊരു സംഭവം. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയത് ഗോപിസുന്ദർ സാറിന്റെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടെഴുത്തുകാരൻ വിനായക് ശശികുമാറിന്റെ പാടിയത്. അത് കഴിഞ്ഞ പിന്നെ പാടിയത് CS സാം സാറിന്റെ
അദ്ദേഹത്തിന്റെ കൂടെ ഒരു 10 സിനിമയോട് അടുത്തോളം ഞാൻ പാടി. ഈ 2 മ്യൂസിക് ഡയറക്ടേഴ്സാണ് എന്റെ ശബ്ദത്തിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ചേട്ടനെ വേറിട്ട് നിർത്തുന്നതും ആ ശബ്ദം തന്നെ. അതെ അതെ, അതൊരു അനുഗ്രഹം എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ. അത് എല്ലാം ഞാൻ ഈ ഫോക്ലോറുമായി ഫോക്കുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഉണ്ടായ ഒരു മാറ്റങ്ങളായിരിക്കാം. ഞാൻ അതിനെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് ആ പാട്ടുകൾ തിരഞ്ഞെടുത്ത് പാടുകയും അത് പ്രചരിപ്പിക്കുകയും അതിന്റെ പിന്നിലെ കഥകൾക്ക് പിന്നാലെ യാത്രയും ചെയ്തുകൊണ്ടായിരിക്കാം അതിന്റെ ഒരു ആലാപനത്തിന്റെ ഒരു സുഖം എന്റെ ശബ്ദത്തിലേക്ക് വന്ന് ഉച്ചസ്ഥായിയിൽ പാടാനുള്ള ഒരു കഴിവ് കൊണ്ടാണ് പലരും എന്നെ വിളിക്കുന്നത്. അത് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഏത് ആഘോഷം ഉണ്ടെങ്കിലും ചേട്ടന്റെ കാണും. അതൊരു അനുഗ്രഹമല്ല. ഒരു നാട്ടിൻപുറത്തുകാരന്റെ ശബ്ദം ആരും അറിയപ്പെടില്ല എന്ന് തോന്നുന്ന ആ ഒരാളിന്റെ ശബ്ദം, ഒരു ഗോഡ് ഫാദർ ഇല്ലല്ലോ എനിക്ക്, തനി നാട്ടിൻപുറത്തുകാരൻ. അപ്പൊ എനിക്കിങ്ങനെ ഒരു മേഖലയിൽ ഇത്രയും പാട്ടുകൾ, ഏകദേശം 85-90ഓളം പാട്ടുകളായി, സിനിമ പാട്ടുകളായി ഞാൻ എന്റെ പാട്ടുകൾ വന്ന് അവസാനം ഇനിയിപ്പോ തെലുഗു, കന്നഡ, ഹിന്ദി എല്ലാം സിനിമകളിലും പാടി. അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 തെലുഗു ഇറങ്ങി, 2 കന്നഡ ഇറങ്ങി, ഇനിയും ഇറങ്ങാനുണ്ട്. തമിഴ് ഇറങ്ങി, ആദ്യമായിട്ട് ഹിന്ദി സിനിമയിൽ പാടി വരാനിരിക്കുകയാണ്. അതെ, ഈ തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോ ഹിപ്പോപ്പ് തമിഴയുടെ ഒരു പാട്ടിലാണ് ചേട്ടൻ പാടിയിരിക്കുന്നത്. അത് ഇപ്പോഴും റീൽസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. തമിഴ് സിനിമയിൽ പാടിയിട്ടുള്ളത് ലാസ്റ്റ് പെഗ് എന്നുള്ളൊരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇപ്പൊ വഞ്ചി എന്നുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പീറ്റർ എന്നുള്ള സിനിമയുടെ തമിഴ് വേർഷനിൽ പാടിയിട്ടുണ്ട്. കാല് കിറങ്ങിടുതേ അങ്ങനൊരു പാട്ട് തുടങ്ങുന്നത് ഒരു പാട്ട്, പീറ്റർ എന്നുള്ള സിനിമയുടെ തമിഴ് വേർഷൻ. പിന്നെ ഇനിയും വരാനുണ്ട് തമിഴ് സിനിമകൾ, തമിഴ് സിനിമ പാട്ടുകൾ ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെ ഈ വർഷങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ 24-25 വർഷങ്ങളിലൊക്കെ ചേട്ടന്റെ പാട്ടുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് ആഘോഷങ്ങൾക്കും ചേട്ടന്റെ വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. അതിലൊരു സംഭവം ഉള്ളത്, ഞാൻ പാടിയ പാട്ടുകളിൽ എല്ലാം ഹിറ്റാണ്. ഒരു 5-6 മാത്രമേ കുറച്ച് സൈഡിലായി ഹിറ്റാണെങ്കിലും കുറച്ച് അത്ര അങ്ങോട്ട് കയറി വരാത്തുള്ളൂ. ഈ പാട്ടുകളൊക്കെ ഞാനാണ് പാടിയതെന്ന് പലർക്കും അറിയാതെ പോയത് എനിക്ക് തോന്നുന്നത് അറിയോ, തുടരെ ഹിറ്റുകൾ വന്നപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും അടുത്ത ഹിറ്റ് വരില്ലേ. ആവേശം കഴിഞ്ഞു, ഒരു മാസം കഴിയുമ്പോഴേക്കും വന്നല്ലോ ഫീലിങ്സ് വന്നു. ഈ ആവേശത്തിന്റെ പോയി ഫീലിങ്സിലേക്കായി. ഫീലിങ്സ് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്തത് വരികയാണ് ഈ വീരൻ വേലൻ സിനിമന്റെ വന്നു. പിന്നെ അടുത്തത് വരികയാണ് പിന്നെ പടക്കളത്തില് വന്നു, തള്ള പൈപ്പ് വന്നു. അങ്ങനെ ഒരു പറ്റം CS സാറിന്റെ കൊണ്ടൽ എന്നുള്ള സിനിമയിലെ ചുള്ളമട്ടിക്കട തളമട്ടിക്കട ആ പാട്ട് വന്നു. പിന്നെ കുമ്മാട്ടി തരുന്ന അത് വന്നു. കണ്ണമ്മ കരുന്ന് ഷെയ്ൻ നിഗം അഭിനയിച്ച വെയിൽ എന്നുള്ള സിനിമയില് കണ്ണമ്മ അത് പാലക്കാട്ടിന്റെ കണ്ണേറുകളിലെ പാട്ടാണ്. കണ്ണമ്മ കറിയന്ത് കാക്കറച്ചിയും കണ്ണമ്മീനും ചമ്പാ നെല്ലിന്റെ ചോറ് തള്ളയ്ക്കും ബംഗാലിട്ടുള്ള കടി കണ്ണം തകല്ലേ ലാലേ പോലേ ഇത് കാണാം. ഈ പാട്ടൊക്കെ ഇപ്പൊ ജൻസി ഏറ്റെടുത്തു. ഈ പാട്ട് ഞാൻ കേട്ട ടൈമില് എനിക്ക് എന്തായാലും ഈ പാട്ട് ചേട്ടനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ കോമളത്താമര പാട്ട് പോലെ തന്നെ നമ്മുടെ ഫീലിങ്സ് സോങ്, ആ ഒരു പാട്ടിലേക്ക് എങ്ങനെയാ ചേട്ടൻ എത്തിപ്പെട്ടത്? ആ പാട്ടിൽ അതാ ഞാൻ നേരത്തെ പ്രിയോട് പറഞ്ഞല്ലോ. ഇപ്പോ തുണ്ട് എന്നുള്ള സിനിമയിലെ ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത തുണ്ട് എന്നുള്ള സിനിമയിലെ വാനിൽ നിന്നും താഴെ താഴെ ആ പാട്ട് കേട്ടിട്ടാണ് ആവേശത്തിലെ പാട്ടിലേക്ക് വേണ്ടി സുഷിൻ ശ്യാം സാർ എന്നെ വിളിക്കുന്നത്. ഗോപിസുന്ദർ സാറിന്റെ തുണ്ട് എന്നുള്ള സിനിമയിലെ പാട്ട് കേട്ടിട്ടാണ് ആവേശത്തിലെ പാട്ടിലേക്ക് ഞാൻ വരുന്നത്. സൽപുത്രൻ പിറന്ന പാട്ട്, ആ പാട്ട് കേട്ടിട്ടാണ് എന്നെ ദേവിശ്രീ പ്രസാദ് സാറ് പുഷ്പ 2ലേക്ക് വിളിക്കുന്നത്. വന്നല്ലോ ഫീലിങ്സ് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് മന്മഥമാണ് എന്റെ അമ്പുകളോ ആ പാട്ട്. അത് ഗംഭീര പാട്ടായിരുന്നു. അതൊരു വലിയൊരു എന്താ പറയാ, ആ പാട്ട് പാടാനായിട്ട് ചെന്നൈയിൽ തന്നെ വിളിച്ചപ്പോ ഒരു തമിഴ് പാട്ടുണ്ട് പാടാൻ പറഞ്ഞു. തമിഴാണ് പറയുന്നത്. ശരി വരാന്ന് പറഞ്ഞു. ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു. ഓക്കെ വന്നു. നമ്മളിവിടുന്ന് കോയമ്പത്തൂരാണ് എനിക്ക് അടുത്ത എയർപോർട്ട്. അവിടുന്ന് നമ്മൾ ചെന്നൈയിലെത്തി കാറിൽ കയറി ഇരിക്കുമ്പോൾ കാർ ഡ്രൈവർ എന്നെ കൊണ്ട് പറയാണ്, തമിഴിലാണ് പറയണത്, ഞാനത് തമിഴ് പറയുന്നില്ല, മലയാളത്തിൽ പറയാം. ഇന്നലെ ഒരാള് എൻ്റെ കാറിൽ ഞാൻ കൂട്ടിയ ഒരു സിംഗറിനെ, അപ്പോൾ ആരാണ് ചോദിച്ചു, പേര് അറിയില്ല, ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. ഫോട്ടോ ഉണ്ട് പറഞ്ഞു. ഫോട്ടോ കാണിച്ചു പറഞ്ഞു. ഫോട്ടോ നോക്കുമ്പോൾ അത് സിത്താരയുടെ ഫോട്ടോ ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. സിത്താരയുടെ ഫോട്ടോ, ശരിക്കും ഞെട്ടിപ്പോയി. സിത്താരയുടെ ഫോട്ടോ. അപ്പൊ അങ്ങനെയെങ്കിൽ
ഇത് എന്ത് പടമാണ് എന്നൊക്കെ, ഞാൻ ഏത് സിനിമയാണെന്നൊക്കെ സംശയമായി. അപ്പൊ ഇയാള് ഡ്രൈവർ പറയണ്ട, അപ്പൊ നിങ്ങൾക്ക് സിനിമ ഏതാണെന്ന് അറിയില്ലേ ചോദിച്ചു. എനിക്കറിയില്ല പറഞ്ഞു. അണ്ണാ ഇത് വന്ന് പുഷ്പ 2 എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയും, ഞെട്ടിപ്പോയി. പുഷ്പ 2 അല്ലു അർജുന്റെ സിനിമയോ? അയ്യോ, അതെനിക്ക് വല്ലാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല, നേരെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ സ്റ്റുഡിയോയിലെത്തി റെക്കോർഡിംഗ് സെഷനിൽ പോയി പാട്ട് കേട്ടപ്പോൾ, പാട്ട് എഴുതി മലയാളത്തിൽ എഴുതി സുജു തുറപ്പുറാണ്. അദ്ദേഹം അവിടെ ഉണ്ട്, കണ്ടു, സംസാരിച്ചു, പാട്ടും കേട്ടു. പാടാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥ, അത്രയ്ക്ക് സംഭവം. പിന്നെ ധൈര്യമായിട്ട് പാടും, ഒന്നും പഠിക്കണ്ട. അത് മ്യൂസിക് SB അഭിലാഷ് സാർ അദ്ദേഹം ഉണ്ടായിരുന്നു. സെന്തിൽ പ്രകാശ് ആണ് അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ. ധൈര്യമായിട്ട് പാടിക്കോളൂ പറഞ്ഞു. അങ്ങനെ കയറി ആ പാട്ട് പാടുകയാണ്. ആ പാട്ട് സിനിമയിൽ വരുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല, എന്താ സംഭവിക്കുന്ന അറിയില്ല. കാരണം അതിന് തൊട്ട് മുമ്പ് ഒരു 3-4 സിനിമ ഞാൻ പാടിയിട്ട് അത് എല്ലാവരും വിളിച്ചോണ്ട് പോയി തിയേറ്ററിൽ പോയപ്പോൾ അത് വേറെ ആളെ ശബ്ദം കേട്ടത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഈ പാട്ട് അതുപോലെ മിണ്ടാതിരുന്നു, പോരുന്ന ഉറപ്പില്ല. പക്ഷെ സിനിമ വന്നപ്പോൾ, എന്റെ പാട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. ആ പാട്ട് വമ്പ ഹിറ്റായില്ലേ, അത് ലോകം മുഴുവനും പാടി. അതോടുകൂടി ലോകം മുഴുവൻ എന്നെ അറിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അറിയാത്തവരുണ്ട്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ രജിസ്റ്റർ ചെയ്യാതെ പോയത് ഈ തുടർച്ചയായിട്ടുള്ള ഹിറ്റുകൾ എന്റെ പേരിൽ വന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഹിറ്റ് ആയിരുന്നു ഹാർട്ട് ബീറ്റ്. വാഴാട്ടൂല, അത് നല്ല. തൊട്ടോട്ടെ തൊട്ടാവാടി ചുമ്മാ നിന്നെ തൊട്ടോട്ടെ ഞാൻ, ഇഷ്ടത്തോടൊപ്പം കൂടാൻ നിന്നോട്ടെ ഞാൻ. ഇതാണ് ഹാർട്ട് ബീറ്റ് ക്യൂട്ടി പയ്യെ. നല്ല പാട്ടാട്ടോ, നല്ല പാട്ട്. അത് പർവേഷ് അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത്. അത് വലിയ ഒരു ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയായിരുന്നു. അത് ആ പാട്ട് ഇറങ്ങിയ ശേഷം ഭയങ്കര കോളേജിലൊക്കെ പോകുമ്പോൾ ഈ പാട്ട് തന്നെയായിരുന്നു പാടാൻ രണ്ടുപേരും പാടുള്ളെങ്കിലും അത് പിന്നെ വമ്പ ഹിറ്റായി മാറി. ആ പാട്ടിനൊപ്പം പല പാട്ടുകൾ ഹിറ്റ് വന്നു. എന്നിട്ട് ആ പാട്ട് ഉയർന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം. ഈ പർവതീഷേട്ടന്റെ പാട്ട് ഇപ്രാവശ്യത്തെ വാഴയിലെ പാട്ടാണെങ്കിലും എല്ലാ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എല്ലാം അടിപൊളി. അങ്കിത് മേനോനൊക്കെ ആണ്. അങ്കിത് മേനോൻ പിന്നെ പർവീഷും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. നല്ല പാട്ടുകളാണ്. അദ്ദേഹം വേറൊരാളും കൂടെ അദ്ദേഹത്തിന്റെ മറന്നുപോയി പാട്ട്. അതുപോലെ തന്നെ ബാഡ് ബോയ്സിൽ ഒരു പാട്ട് ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. ബാഡ് ബോയ്സിലെ പാട്ട് ഘോര ഘോര മായിക, ഘോര പാട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി കണ്ട എല്ലാവർക്കും ആ പാട്ട് കലങ്ങി. പിന്നെ അങ്ങോട്ട് എനിക്കറിയില്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തുടരെ ഹിറ്റുകൾ വന്നോണ്ടാണോ ഇതറിയില്ല, അതിന്റെ ഇടയിൽ ഒരു ശ്ലോകം പോലത്തെ ഒരു രാജാതിരാജ. അതെ. ഘോര ഘോര മായിക അസുരേശ ശങ്കര, ഘോര ഘോര മായിക അസുരേശ ശങ്കര, കാലരാജാത്തേ നമ വ്യോമകേശ ശ്രീ ശിവ, ശംഖനാദം ഉന്മാദം നെഞ്ചിലാകെ ഓങ്കാരം. ഞാനും വിനീത് ശ്രീനിവാസനും കൂടി പാടിയത് ഈ പാട്ട്. വമ്പം പാട്ടായിരുന്നു. ഇല്ല, സിനിമയുടെ ഒരു സംഭവം അതാണല്ലോ. നമ്മള് അമേരിക്കയിൽ നിന്ന് പാടാം, ഇന്ത്യയിൽ നിന്നും പാടാം. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ പഴയ തലമുറയിൽപ്പെട്ട സാമർത്ഥ്യം അത്രയും കഴിവൊന്നും പുതിയ തലമുറയിൽപ്പെട്ടവരുടെ ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. കാരണം അന്ന് കട്ടില്ല, പഞ്ചില്ല, ഒന്നുമില്ലല്ലോ. 5 മിനിറ്റ് 6 മിനിറ്റ് പാട്ടാണെങ്കിൽ ത്രൂ ഔട്ട് പാടണല്ലോ. അത് മുഴുവനും സ്വരങ്ങളാണെങ്കിൽ തെറ്റാതെ പാടണല്ലോ. ഇന്ന് 200 തെറ്റിട്ടാണെങ്കിലും പ്രശ്നമില്ല, അത് തെറ്റിയോടെ മാത്രം പാടിയാൽ മതി. അപ്പൊ എത്രമാത്രം ഭാഗ്യവന്മാരാണെന്ന് കൂടെ നോക്കണം. അപ്പൊ അന്നത്തെ ആളുകളുടെ കഴിവിന്റെ ഏഴയിൽ നമ്മൾ എത്താൻ പോരാ. അപ്പൊ ഈ പാട്ട് പിന്നെ വിനീത് ഞാനും കൂടെ പാടി പാട്ടാ. ഞങ്ങള് സിനിമയിൽ നിന്ന് വന്ന് പുറത്ത് വന്നൊക്കെ എല്ലാ ഡാൻസ് പരിപാടികളിലും ഈ പാട്ടൊക്കെ വരാൻ തുടങ്ങി. നന്നായിട്ട് പോയി. അത് നല്ല ഗംഭീരമായിട്ട് പോയൊരു പാട്ടാ.